ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റീവ് ഡേ സീരീസിന്റെ ഡേ 2 ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രൊഡക്റ്റീവ് ഡേ സീരീസ് കണ്ട് കുറച്ച് പേര് ഇൻസ്പയർഡ് ആയെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇന്ന് എന്തായാലും രാവിലെ തന്നെ എണീറ്റ് ബെഡെല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളെല്ലാം സെറ്റാക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പുട്ടും പീസ് കറിയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം കുറച്ചും കൂടി പ്രോട്ടീൻ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഒരു മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ ജ്യൂസ് ആണ്. പതിവിലും വിപരീതമായിട്ട് ഭയങ്കര പുളിയായിരുന്നു. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് നമ്മൾ വെള്ളം കുറച്ചും കൂടി കൂട്ടി ഒഴിച്ചിട്ട് പഞ്ചസാര ഇടാണ്ടാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഇത്ര പുളി വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റെഡിയായി പോകുന്നത് അതിരടി സിനിമ കാണാനാണ് കേട്ടോ. മഴ ഒട്ടും ഉണ്ടാവില്ലെന്ന് 100% കോൺഫിഡൻസ് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയത് ഈ മെട്രോ പില്ലറുടെ സഹായം കൊണ്ടാണ്. വേറൊന്നുമല്ല, അത്രയ്ക്കും മഴയായിരുന്നു. അങ്ങനെ പിന്നെ സിനിമയെല്ലാം കണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. സോ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത വിശപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ആലുവയിലുള്ള ടർക്കിഷ് മജ്ലിസിലേക്കാണ് കേട്ടോ. നമ്മുടെ മെട്രോ സ്റ്റേഷൻ കമ്പനിപ്പടിയുടെ അടുത്ത് തന്നെയാണ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു കട വരുന്നത്. സോ അങ്ങനെ മന്തി എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടോ. ആ റെസ്റ്റ് എടുത്ത് അധികം സമയമായില്ല, അപ്പോഴേക്കും നമുക്ക് അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വന്ന് കുറച്ചു നേരം അമ്മയുടെ ഒപ്പമായി കുറച്ച് പ്രകടനങ്ങൾ. അങ്ങനെ അമ്മയ്ക്ക് കുറെ സ്നേഹം കൊടുത്തതിന് ശേഷം നമ്മൾ പോയി ചായ ഇട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തു, ഞാനും കുടിച്ചു. അപ്പോഴാണ് അമ്മ നമുക്കൊരു മുതുക്ക് പണിയായിട്ട് വന്നത്, ഈ കാണുന്ന മീൻ മൊത്തം ഇന്ന് നമുക്ക് ക്ലീൻ ആക്കി തീർക്കണം എന്നുള്ളത്. അങ്ങനെ പിന്നെ 2 മണിക്കൂറിന്റെ കഠിന പരിശ്രമത്തിന് ശേഷം നമ്മൾ ആ മീൻ മൊത്തം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ മീൻ കൊട്ടി ഞങ്ങൾ നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് അതായിരുന്നു ഞങ്ങൾ രാത്രി ഡിന്നറൊക്കെ ആയിട്ട് കഴിച്ചിരുന്നത്. സോ ഡിന്നർ എല്ലാം കഴിച്ച് ഞങ്ങൾ രാത്രി കയറി കിടന്ന് ഉറങ്ങി. സോ അത്രയുള്ള ഈ വീഡിയോയിൽ ബൈ.